നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ ഒരുപാട് ദേഷ്യങ്ങൾ അനുഭവിക്കുന്നവരാണോ നിങ്ങൾ? ഒരുപാട് പ്രയാസങ്ങളും മനപ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ അനുഭവിക്കുന്നവരാണോ? എന്നാൽ നിങ്ങളുടെ ദേഷ്യത്തിനും പ്രയാസങ്ങൾക്കുമൊക്കെ ഒരർത്ഥം സംഭവിക്കുവാനായിട്ട് പോവുകയാണ്. ജീവിതത്തിൽ ഒരുപാട് ദേഷ്യക്കാരാകുന്ന വ്യക്തികളുണ്ട്, ഒരുപാട് ശാന്തരായിത്തീരുന്ന വ്യക്തികളുണ്ട്. അപ്രകാരമുള്ള 5 നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരുപാട് ദേഷ്യ സ്വഭാവമുള്ളതും എന്നാൽ അതിനേക്കാൾ വേഗത്തിൽ വളരെ ശാന്തരായി ജീവിക്കാൻ കഴിയുന്ന കുറച്ച് വ്യക്തികൾ. ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ദേഷ്യരായിട്ടിരിക്കുന്ന വ്യക്തികൾ എപ്രകാരം ശാന്തരാകണമെന്നും ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സ്വീകരിക്കണമെന്നും ഒക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ നേരെ തിരിച്ചും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്രകാരം ജീവിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെയുള്ളൊരു മാറ്റം സാധ്യമാക്കുവാനായിട്ട് ഈശ്വരനോട് കൂടി പ്രാർത്ഥിക്കുക. അതിലൊന്നാമത്തെ ദേഷ്യം ഏറ്റവും കൂടുതലുള്ള നക്ഷത്ര ജാതകർ ആയില്യമാകുന്നു. ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഭൂമിയോളം ക്ഷമിക്കാൻ കഴിയുകയും എന്നാൽ ആ ക്ഷമയുടെ നെല്ലിപ്പലക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദേഷ്യ സ്വഭാവം കാണിക്കുന്ന വ്യക്തികളുമാണ്. രണ്ടാമത്തേത് ഉത്തര നക്ഷത്ര ജാതകരാണ്. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വളരെയധികം ദേഷ്യത്തോടുകൂടി കാണുന്ന വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ ഈ വ്യക്തികളുടെ മനസ്സിൽ വളരെയധികം ദേഷ്യപ്പെട്ടുവെങ്കിലും വളരെ കുറച്ച് സമയം കഴിയുമ്പോൾ എന്തിനാണ് ഞാൻ ദേഷ്യപ്പെട്ടത് വഴി പലർക്കും വിഷമമായോ എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികൾ കൂടെയാണ്. എന്നാൽ അതിൽ കാര്യമില്ല. വളരെയധികം ദേഷ്യ സ്വഭാവത്തോടു കൂടിയാണ് ഇവരെ മറ്റുള്ളവർ പരിഗണിക്കുന്നത്. മൂന്നാമത്തെ നക്ഷത്രം പൂരുരുട്ടാതിയാണ്. ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടതായ ഒരു നക്ഷത്രമാണ്. ഇവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചുറ്റുമുള്ളതൊന്നും കാണുവാൻ കഴിയില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. നാലാമത്തെ നക്ഷത്രം തിരുവാതിരയും 5-ാമത്തെ നക്ഷത്രം പുണർദവുമാകുന്നു. വളരെയധികം വാശിയും ദേഷ്യവുമുള്ള നക്ഷത്ര ജാതകരാകുന്നു ഈ 5 നക്ഷത്ര ജാതകർ. എന്നാൽ ഈ 5 നക്ഷത്ര ജാതകർ വളരെയധികം ശ്രദ്ധിക്കുക. കോപം നിയന്ത്രിക്കുവാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കോപം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബന്ധങ്ങൾ നഷ്ടമായിട്ടുണ്ട്. ഈ കോപം കാരണം ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ബന്ധങ്ങളും സ്വന്തങ്ങളും ഒക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജീവിതത്തിൽ ഒരുപാട് അനർത്ഥങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിച്ചു മാത്രം നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുക. കോപത്തെ നിയന്ത്രിക്കുക. ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹം കണ്ടെത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇനി വളരെയധികം ശാന്തരായി നിൽക്കുന്ന, അതായത് ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു 5 നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഒന്ന് അത്തം നക്ഷത്ര ജാതകരാകുന്നു. വളരെയധികം ഉറപ്പിച്ചു പറയുവാനായിട്ട് കഴിയും. വളരെയധികം ശാന്തസ്വരൂപരായ ഒരു നക്ഷത്ര ജാതകരാകുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തേത് രേവതിയാണ്. മൂന്നാമത്തെ നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് രോഹിണിയും 4-ാമത്തേത് അശ്വതിയും അതുപോലെ 5-ാമത്തേത് മൂലവുമാകുന്നു. ഈ നക്ഷത്രക്കാർ ഭൂമിയോളം ക്ഷമിക്കുകയും ജീവിതത്തിൽ ആരെക്കാളും മറ്റുള്ളവരെ ഒക്കെ പരിപൂർണമായി സ്നേഹിക്കാനും കഴിയുന്ന വ്യക്തികളാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പലരും നിങ്ങളുടെ ഈ സ്വഭാവത്തെ മുതലെടുക്കുന്നുണ്ട് എന്ന് പരിപൂർണമായിട്ട് മനസ്സിലാക്കുക. ഒരു വ്യക്തി മാത്രമല്ല, പല വ്യക്തികളും നിങ്ങളുടെ ഈ ജീവിത സാഹചര്യങ്ങളും നിങ്ങളെ ഈ സ്വഭാവവും കാരണം ഒരുപാട് വ്യക്തികൾ നിങ്ങളെ മുതലെടുക്കുന്നുണ്ട്. അത് ഒരുപാട് ആപത്തിലേക്ക് ചെന്നു ചേരും. അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിച്ച് മറ്റുള്ളവരോട് പെരുമാറുവാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ 5 നക്ഷത്ര ജാതകർ, അതായത് വളരെയധികം നിഷ്കളങ്കരാകുന്നവരും വളരെയധികം ദേഷ്യപ്പെടുന്നവരും വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാകുന്നു. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളകന്ന് ഒരുപാട് പ്രതിസന്ധികളകന്ന് ശുഭപ്രതീക്ഷകൾ ഓരോ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാവുക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളുടെ സ്വഭാവങ്ങൾ. ഈ നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.